ഇത് ദൗവേൻ്റെ 2MB വൈഫൈ ക്യാമറയാണ്. ഇത് നമ്മളിപ്പോൾ സെയിൽ ചെയ്തതാണ്. അപ്പോൾ കസ്റ്റമർ തിരിച്ചയച്ചതാണ്. അവർക്ക് കോൺഫിഗർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തിരിച്ചയച്ചാണ്. അവരിത് ടെക്നീഷ്യനെ കൊണ്ടൊക്കെ കോൺഫിഗർ ചെയ്യാൻ നോക്കിയിരുന്നു. അപ്പോൾ അവർക്കത് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദഹുവയുടെ 2MB ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അതായത് കോൺഫിഗർ ചെയ്യുമ്പോൾ ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പോൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, അതായത് എന്തെങ്കിലും നിങ്ങൾ സ്റ്റെക്കായ സ്ഥലത്ത് നിന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ബൈൻഡല്ല, ഇപ്പം റെഡ് ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് പ്രസ് ചെയ്ത് പിടിക്കുക. കുറച്ച് സമയം പ്രസ് ചെയ്ത് പിടിക്കണം. റീസെറ്റ് ബട്ടനാണ് ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുന്നത്. ഓക്കെ, ഹാർഡ് റീസെറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് വരും. ഡിവൈസ് ഹാർഡ് റീസെറ്റ് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഡിവൈസൊക്കെ ഒന്ന് റൊട്ടേറ്റ് ആവുകയൊക്കെ ചെയ്യും. ഓക്കെ, വൈഫൈ ഹോട്ട്സ്പോട്ട് ഈസ് എനേബിൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വന്നു. ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിവൈസ് ആഡ് ചെയ്യാം. ഡിവൈസ് ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഇതിൽ മൊബൈൽ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ ഒരു വിൻഡോ ആണ് വരിക. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇതിൽ അടിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. അത് കാണിക്കണമെന്നില്ല, അത്രയും ഈ ഒരു വിൻഡോ ആണ് വരിക. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ആഡ് ഡിവൈസ് അടിക്കുന്നു. ആഡ് ഡിവൈസ് അടിക്കുമ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഇതിൽ കണ്ടില്ലേ സ്കാനിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഒരു ഇതിൻ്റെ പിറകിലായിട്ട് അതിൻ്റെ QR കോഡ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ സ്കാനായി. സ്കാൻ ആവുമ്പോൾ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ, അതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എൻ്റർ ദ സെക്യൂരിറ്റി കോഡ് നോക്കണ്ട, അതൊന്നും ചെയ്യണ്ട, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് പ്ലീസ് കണക്ട് ടു ദ ഡിവൈസ് ഇൻ ടു ദ പവർ, എനേബിൾ ദ ഡിവൈസ് ഹോട്ട്സ്പോട്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും നെക്സ്റ്റ് അടിച്ചു പോവുക. അപ്പോൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ അതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഡിവൈസ് ടു യൂസ് വിത്ത് DMSS എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതഥവേ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വൈഫൈയിൽ പോയിട്ട്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലാണ് കണക്ട് ചെയ്ത്, നമ്മുടെ നെറ്റ്വർക്കിലാണ് കണക്റ്റായി കിടക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഈ DAP എന്ന് പറഞ്ഞ ഈ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അഥവാ ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ DAP എന്ന് പറഞ്ഞ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് അവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. കണക്റ്റ് അടിച്ചു. കണക്റ്റ് അടിക്കുമ്പോൾ ഇതിൻ്റെ വൈഫൈ നെറ്റ്വർക്കിലേക്ക് നമ്മുടെ മൊബൈൽ കണക്റ്റ് ആയതാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ വന്നു. ഇനി അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ട്. അതതിൻ്റെ യൂസർ നെയിമാണ്. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം, അത് ലീവ് ചെയ്യുക, അതുപോലെ തന്നെ ഇടുന്നതാണ് നല്ലത്. ഇനി പാസ്വേഡ് നമ്മൾ അടിക്കേണ്ടത്, ഒരു പാസ്വേഡ് അടിക്കണം. ഈ പാസ്വേഡ് എന്തിൻ്റെ ആണെന്ന് വെച്ചാൽ ഡിവൈസിൻ്റെ പാസ്വേഡാണ്. അതായത് ഈ ക്യാമറയുടെ പാസ്വേഡാണ് ഇവിടെ അടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു പാസ്വേഡ് അടിക്കുക. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് അടിക്കുക. അപ്പോൾ നമ്മളിവിടെ
അഡ്മിന് വേണ്ടിയിട്ടുള്ള പാസ്വേഡ് അടിച്ചു, അത് കൺഫേം അടിച്ചു, ഇമെയിലൊക്കെ ID ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓക്കെ ഇനി നെക്സ്റ്റ് അടിക്കുന്നു. ഇനി നമുക്ക് വരുന്നത് അവൈലബിൾ നെറ്റ്വർക്കാണ്. നമ്മുടെ നെറ്റ്വർക്ക് ഏതാണോ അതവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ അവൈലബിൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത് നിങ്ങൾ വൈഫൈ എവിടെയാണോ, ഇപ്പോൾ നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ വീട്ടിലെ വൈഫൈ ഉള്ള സ്ഥലത്ത് വീട്ടിലുള്ള വൈഫൈ ഇവിടെ ലിസ്റ്റ് ആവും. അപ്പോൾ നമുക്കതിൽ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്കിനി പോട്ട് പോകാം. അതിൽ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തു, വൈഫൈ കാണിച്ചു കൊടുത്തു, വൈഫൈൻ്റെ പാസ്വേഡും അടിച്ചു. വൈഫൈൻ്റെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ക്യാമറയിൽ നിന്ന് ശരിക്ക് വൈഫൈ കണക്ഷൻ ഈസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക് എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈസിൻ്റെ നെയിം നമുക്ക് ഇവിടെ ഒന്ന് കൊടുക്കാം. എന്താ ഡിവൈസിൻ്റെ നെയിം എന്ന് വെച്ചാൽ നമുക്കവിടെ അത് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഹോം എന്നോ എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ കൊടുക്കാം. സേവ് ചെയ്തു. അപ്പോൾ ഓക്കെ ആയി. നമുക്ക് ഇത് ഓഡിയോ എനേബിൾ ചെയ്യാം. നമുക്ക് ഓഡിയോ കേൾക്കാനായിട്ട് ഓഡിയോ എനേബിൾ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓഡിയോ എനേബിളായി. DST ഇതൊന്നും വേണമെന്നില്ല. ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നെക്സ്റ്റായി ഇതിൽ ഈ ഒരു ഓപ്ഷൻ വരും. അതായത് ഈ ഡിവൈസിലുള്ള ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രോസസ് ലേറ്ററോ അപ്ഡേറ്റ് നൗവോ കൊടുക്കാം. അപ്ഡേറ്റ് നൗ കൊടുക്കാം. അപ്പോൾ ഫേംവെയർ അപ്ഡേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് കറണ്ട് വെർഷനും ലേറ്റസ്റ്റ് വെർഷനും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് നൗ കൊടുക്കാം. അതോട് കൂടിയിട്ട് നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് ആവും. ഫേംവെയറും കൂടി അപ്ഡേറ്റ് ആവുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് 0% ആണ്. ഇത് നമ്മൾ 100% ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഓക്കെ ബട്ടൺ അമർത്താം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഷ്വൽ വന്നു. ഇത് ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാമറയുടെ മൊത്തം ഇത് ചെയ്തതാണ്. എന്നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ എല്ലാ ഓപ്ഷനും ഉള്ളൊരു ക്യാമറയാണിത്. നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിലോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കോൺഫിഗർ ചെയ്യേണ്ട വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ക്യാമറ അല്ലെങ്കിൽ വൈഫൈ ക്യാമറ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളോട് മുൻകൂട്ടി പറയുക. കോൺഫിഗർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മളോട് പറയുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോൺഫിഗർ ചെയ്തിട്ട് അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാമറയായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ലൈക്കും ഷെയറും തന്നൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക.